സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുക എന്നത്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി സമയം കിട്ടാതിരിക്കുക എന്നുള്ളതൊക്കെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അവസ്ഥകളുമൊക്കെ തന്നെ പലരും ഫേസ് ചെയ്യുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോർണിംഗ് റുട്ടീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് എഴുന്നേറ്റ ഉടനുള്ള മൊബൈൽ ഫോൺ യൂസേജിനെ പറ്റിയാണ്. നമ്മൾ എഴുന്നേറ്റ ഉടനെ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്നതും സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുന്നതുമൊക്കെ നമ്മുടെ ഒരുപാട് അധികം സമയം തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൃത്യസമയത്ത് കോളേജിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ പോകാനുള്ള സമയം നമുക്ക് ലഭിക്കാതെ പോകുന്നതും പല കാര്യങ്ങളും വളരെയധികം ലേസി ആയിട്ട് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു പ്രധാന റീസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റതിന് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പ്രവണത പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ എഴുന്നേറ്റ ഉടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ബ്രഷിങ്ങിലേക്ക് കടക്കാം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ബ്രഷ് ചെയ്യാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും ബ്രഷ് ചെയ്യുന്നത് നമ്മൾ ടീത്ത് മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത്. അതുപോലെ തന്നെ ഓറൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ടങ് ക്ലീനിങ് കൂടി വളരെ വൃത്തിയായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്രഷ് ചെയ്യുന്ന പോലെ ഡെയിലി ചെയ്യണം എന്നില്ല എങ്കിലും ടങ് ക്ലീനിങ്ങും വളരെ ഫ്രീക്വൻ്റ് ആയി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മുടെ ഓറൽ ഹൈജീൻ വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിനുശേഷം നമുക്ക് കോൾഡ് ഷവർ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ആളുകൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് കോൾഡ് ഷവർ ചെയ്യാൻ വേണ്ടി മടി കാണിക്കാറുണ്ട്. ഇതിന് പ്രധാന കാരണം രാവിലെ തന്നെ ഉള്ള ഒരു കോൾഡ് ഷവർ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. എന്നാൽ കോൾഡ് ഷവർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരുപാട് അധികം ബെനിഫിറ്റ്സ് നമ്മൾ മുൻപും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോൾഡ് ഷവർ ചെയ്യാതെയാണ് നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. മാത്രമല്ല നമ്മളോട് ഇടപഴകുന്ന ആളുകൾക്കും ആ ഒരു ഫ്രഷ്നെസ് ഇല്ലായ്മ അവർക്കും അത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കോൾഡ് ഷവർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കോൾഡ് ഷവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസും നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ ഫേസിൽ ഒരുപാടധികം ഇംപ്യൂരിറ്റീസും ഓയിലും ഡേർട്ടും ഒക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത് കാരണം നമ്മുടെ ഫേസിൽ ഒരുപാടധികം പിമ്പിൾസും അതുപോലുള്ള ഒരുപാടധികം ഇഷ്യൂസും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാൻ മറന്നു പോകാറുണ്ട്. അതുപോലെ സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതിനു വേണ്ടി പ്രത്യേക സമയം ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ട് കോൾഡ് ഷവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സമയവും നമുക്ക് ലാഭിക്കാൻ സാധിക്കും. കോൾഡ് ഷവർ ചെയ്യുന്ന സമയത്ത് ആളുകൾ കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹെയർ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. കോൾഡ് ഷവർ ചെയ്യുന്ന സമയത്ത് ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാടധികം മുടി കൊഴിയുന്നത് പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. മുടിയുടെ ഉള്ളു കുറയുക തുടങ്ങിയ പ്രശ്നങ്ങളും ഇതുപോലെ നമ്മൾ കണ്ടുവരാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും നല്ലൊരു സൊല്യൂഷൻ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. അത്തരത്തിലുള്ള ഹെയർ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന പലർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹെയർ വോളിയമൈസിംഗ് പൗഡർ വാക്സ്. കാരറ്റിൻ ഓയിൽ, ആർഗൻ ഓയിൽ, അലോവേറ പോലുള്ള 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഹെയർ വോളിയമൈസിംഗ് പൗഡർ വാക്സ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൗഡറാണ്. പൗഡർ ഫോമിലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. നമ്മുടെ ഹെയർ കോൾഡ് ഷവറിന് ശേഷം ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ ഈ ഒരു പൗഡർ സ്പ്രിങ്കിൾ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ ഈ ഒരു പ്രോഡക്റ്റിന് സാധിക്കും. നമ്മുടെ ഹെയർ നല്ല ഹൈ വോളിയം ഉള്ളതുപോലെ ഫീൽ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നാലാമത്തേത് പെർഫ്യൂമിങ്ങിനെ പറ്റിയാണ്. നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരേ ഔട്ട്ഫിറ്റിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരുന്നതിനാൽ നമ്മുടെ ബോഡി വളരെയധികം സ്വെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെർഫ്യൂം എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നല്ല ഒരു ക്വാളിറ്റി പെർഫ്യൂം തിരഞ്ഞെടുത്തതിന് ശേഷം അതൊരു സിഗ്നേച്ചറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഒരു പെർഫ്യൂം തീർച്ചയായിട്ടും മെൻസ് ഗ്രൂമിങ്ങിന് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അഞ്ചാമത്തേത് ഔട്ട്ഫിറ്റ്സിനെ പറ്റിയാണ്. സ്കൂളിലും ചില കോളേജസിലുമൊക്കെ യൂണിഫോംസ് ഉള്ളതിനാൽ അവർക്ക് അത്തരത്തിൽ ഒരുപാടധികം ഔട്ട്ഫിറ്റ്സിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാൽ സിവിൽ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ഔട്ട്ഫിറ്റ് ഒക്കെ ഉള്ള കോളേജസിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റ്സിനെ പറ്റിയും ചിന്തിക്കേണ്ടതുണ്ട്.
നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷമായിരിക്കരുത് നമ്മൾ ഇന്ന് എന്ത് ഔട്ട്ഫിറ്റ് ഇടണം എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് ഡിസൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി പറയാനാണെങ്കിൽ ഒരാഴ്ച മുൻപ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കുക. ആ ആഴ്ച ഏതൊക്കെ ഔട്ട്ഫിറ്റ്സ് ഏതൊക്കെ ദിവസമാണ് നമ്മൾ ധരിക്കാൻ പോകുന്നത് എന്നൊരു ഐഡിയ ആദ്യമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സ് നല്ല പ്രോപ്പറായിട്ട് അയൺ ചെയ്ത് നല്ല കൃത്യമായി തന്നെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ദിവസവും ആ പെർട്ടിക്കുലർ ഔട്ട്ഫിറ്റ് ഏതാണോ അത് ധരിച്ചുകൊണ്ട് കോളേജിൽ വേണ്ടി പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ബാഗ്സും കൃത്യമായി തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു ദിവസം മുൻപ് തന്നെ എല്ലാ ബുക്സും അതുപോലെയുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ബാഗിൽ നമ്മൾ ആദ്യമേ എടുത്തു വെക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ രാവിലെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് സമയവും കിട്ടാറില്ല. മാത്രമല്ല ആ ഒരു ധൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. സോ എന്തുകൊണ്ടും നമ്മൾ ഒരു ദിവസം മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവും അതുപോലെ തന്നെ കൂടുതൽ ടൈം സേവിങ്ങും ആയിട്ടുള്ളത്. ഇനി ഫൈനലായിട്ട് പറയാനുള്ള ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രം കോളേജിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും രാവിലത്തെ തിരക്ക് കാരണം നമുക്ക് കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കാറില്ല. അതിന് പ്രധാന കാരണം നമ്മൾക്ക് ഒരുപാട് അധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കഴിക്കാനുണ്ടാവുക എന്നതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇതിന് പകരം നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ളതും എന്നാൽ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വളരെയധികം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിവതും ലൈറ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്തരത്തിലുള്ള ടിപ്സ് എല്ലാം തന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന സ്റ്റുഡൻസിനും അതുപോലെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുമെല്ലാം തന്നെ ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ടിപ്സ് എല്ലാം തന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയും ശ്രമിക്കുക.